ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് സ്വാഗതം. 2-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, മഹാത്മജി ഗീതയിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ശ്ലോകം മുമ്പ് സൂചിപ്പിച്ചു. ഗാന്ധിജി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയാണോ സമൂലനാശം അതിന് കാരണമാകുന്നത്, അതുപോലെ ഒരു വ്യക്തി എല്ലാവിധത്തിലുള്ള ഉത്കർഷത്തെ പ്രാപിക്കുന്നതിനും വ്യക്തിയാണ് ലോകം എന്നുള്ളതുകൊണ്ട്, വ്യക്തിയുടെ മറുപുറമാണ് ലോകം എന്നുള്ളതുകൊണ്ട് ലോകത്തിൻ്റെ നന്മ തന്നെ ഗാന്ധിജി ഈ ഗീതാശ്ലോകത്തിൽ കാണുന്നുണ്ട്. പ്രസിദ്ധമായ 62-ഉം 63-ഉം ശ്ലോകങ്ങൾ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഓരോരോ വിഷയങ്ങളെ ധ്യാനിക്കുന്നു, അതിനോട് സംഘം ഉണ്ടാവുന്നു, ആ സംഘം തീവ്രമായി കാമമാകുന്നു, അതിനെതിരെ നിൽക്കുന്നതിനോട് നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നു, പിന്നെ സമ്മോഹവും സ്മൃതിഭ്രംശവും ബുദ്ധിനാശവും, പിന്നെ സർവനാശവും. അതിനെ വളരെ മനോഹരമായിട്ടുള്ള മഹാഭാരതത്തിലെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ വരുന്ന ഒരു കഥ. അധർമ്മൻ എങ്ങനെയാണോ മൃഷ എന്ന ഭാര്യയെ, തെറ്റിദ്ധാരണയെ വിവാഹം കഴിക്കുന്നത്, ആ തെറ്റിദ്ധാരണയിൽ ജനിക്കുന്ന സന്തതി പരമ്പരകൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ഉന്മൂലനം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ആലങ്കാരികമായിട്ട് കഥാരൂപേണ വ്യാസർ പറഞ്ഞു. ഇവിടെ നേരിട്ട് തത്വത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് 64-ാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നു, രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ. രാഗദ്വേഷവിയുക്തൈസ്തു, ഏതെങ്കിലും തരത്തിലുള്ള രാഗമോ അതുപോലെ വെറുപ്പോ ഇതൊന്നും ഇല്ലാത്ത ആത്മവശൈർ വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. വിധേയാത്മാ, ആരാണ് വിധേയാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തൻ്റെ മനസ്സ് തനിക്ക് വിധേയമാണ്. തൻ്റെ മനസ്സ് താൻ അറിയാതെ, അതാണ് മനീഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് മനസ്സിൻ്റെ, തൻ്റെ ഇഷ്ടത്തിനാണ് മനസ്സ് നിലകൊള്ളുക, അല്ലാതെ മനസ്സിന് തോന്നിയതുപോലെ നമ്മളങ്ങോട്ട് യാത്ര ചെയ്യില്ല. അപ്പോൾ വിധേയാത്മാ, ആർക്ക് മനസ്സ് വിധേയമാണോ അങ്ങനെയുള്ള ആൾ രാഗദ്വേഷ വിയുക്തൈഹി, രാഗമോ താല്പര്യമോ വെറുപ്പോ ഇല്ലാതെ ആത്മവശൈഹി ഇന്ദ്രിയൈഹി, അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ തൻ്റെ നിയന്ത്രണത്തിലാണ്. ആ കുതിരകളാകുന്ന കടിഞ്ഞാൺ മനസ്സിൽ നിന്ന് പിന്നെ പോയിരിക്കുന്നത് ബുദ്ധിയിലേക്കാണ്. അപ്പോൾ അതിനെന്തുണ്ട്? ഒരു കൃത്യമായ കോർഡിനേഷൻ ഉണ്ട് എന്ന് പറയാം. ഒരാൾ അറിയാതെ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നില്ല, അപ്പോൾ അവർക്ക് നല്ലൊരു ടീം വർക്കാണത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പിറകിലെ മനസ്സിൻ്റെ പിറകിലെ ബുദ്ധിക്ക് പിറകിലുള്ള ബോധം. അപ്പോൾ ഈ മനസ്സും ശരീരവും മനസ്സും ബുദ്ധിയും നമ്മുടെ BMI എന്ന് പറയും, ബോഡി മൈൻഡ് ഇൻ്റലക്റ്റ്. ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാം. അത് ആർക്കാണോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത്, ഇത് മനസ്സൊന്ന് പറയും, ബുദ്ധി വേറൊന്ന് പറയും. ഈ ഗണപതിയുടെ രൂപം ശരിക്കും പറഞ്ഞാൽ ഗണപതിയുടെ 2 ഭാര്യമാർ സിദ്ധിയും ബുദ്ധിയാണ്. ഇതൊക്കെ തത്വങ്ങളാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളിതിനെ സ്വീകരിക്കുന്നില്ല. അതിന് പകരം നമ്മൾ അന്ധമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഗണപതി പോലും എന്താ പറയുക, സങ്കടപ്പെടും നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ട്. ഗണപതി ഇരിക്കുമ്പോൾ ഒരു കാല് വേറൊരു കാലിൽ പിണച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് മനസ്സാണെങ്കിൽ ഒന്ന് ബുദ്ധിയാണത്രേ.
അപ്പോൾ ഈ മനസ്സാകുന്ന കാലം എടുത്ത് ബുദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കും. അതാണ്, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഇഷ്ടം ധർമ്മേഷു യോജയേ എന്ന് പറഞ്ഞ പോലെ മനസ്സിനെ ബുദ്ധിയുമായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ ആരാണ് വിധേയാത്മാ? അവന് വിഷയാൻ ചരന്തു, അയാൾ വിഷയങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ. എന്താണ്? ആ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രസാദം അധിഗച്ഛതി, അവന് പ്രസാദം, മനഃപ്രസാദം, ആ സമാധാനം അത് അയാളെ കൈയൊഴിയില്ല എന്ന് പറയാം. അതെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ വിഷയങ്ങൾ അനുഭവിക്കുന്ന സമയത്തും ആ വിഷയങ്ങളൊന്നും തന്നെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതല്ല. ഇതാണ് നമ്മൾ ഈ സീരിയലുകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മഹാഭാരതവും രാമായണവും ഒക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ള പ്രത്യേകിച്ച് മഹാഭാരതത്തിലുള്ള കഥകളൊക്കെ തന്നെ സീരിയലായിട്ടൊന്നും വരുന്നില്ല. അതിനേക്കാൾ നമുക്ക് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വൾഗാരിറ്റി നമുക്കതിൽ കാണാൻ പറ്റും, നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ. പക്ഷെ അവിടെ എല്ലാം തന്നെ അതിനെ പോളിഷ് ചെയ്ത് പോകുന്നുണ്ട്. പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്നിട്ട് നമുക്ക് ആ കഥയുടെ താത്പര്യത്തെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കും. മറ്റേത് അതല്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ എണ്ണ പുരട്ടി ചക്ക മുറിക്കുന്ന വിദ്യ, അത് ഒട്ടലില്ലാതെ കാണാൻ സാധിക്കണം. ഒട്ടലില്ലാതെ കാണുമ്പോൾ ഇതൊരു കോമഡിയാണ്. അവർ തമ്മിൽ അടികൂടി കരയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കതൊരു കോമഡിയായിട്ടേ തോന്നുള്ളൂ. അതിനെ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യവുമില്ല. നമുക്കറിയാം ഇതൊക്കെ ഒരു അഭിനയിക്കുന്ന ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ആളെ ഇങ്ങനെ ഇതാക്കുന്നതാണ്. ഞാനതിന് വശംവദനല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അവർക്ക് എന്തുണ്ടാവും? പ്രസാദം അധിഗച്ഛതി, മനഃപ്രസാദം, മനസ്സമാധാനം ഉണ്ടാവും എന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ യാത്ര ചെയ്താലും നമ്മളതിന് പൂർണ്ണമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നില്ല. ചേമ്പിലയിൽ വെള്ളം നിൽക്കുന്നത് പോലെ ഇതൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കും. അതും നമ്മൾ അഭ്യസിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കുഞ്ഞുണ്ണി മാഷ് ചോദിക്കുന്ന പോലെ, കൊതുകും മൂട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അറിയാമോ? കൊച്ചു കവിതയാണ്. ഈ കൊതുക് മൂട്ട ഇതൊക്കെ ഉള്ളിടത്ത് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാവരുത്. കൊതുക് മൂട്ടയെന്ന് പറയുന്നത് ഈ സമൂഹം തന്നെയാണ്. നമ്മളെ ചുറ്റുപാടിൽ നിന്ന് വന്ന് ചോര കുടിക്കുന്ന, എന്താ പറയുക, ഇങ്ങനെ മൂളി നമ്മളടുത്തൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പുറം പോയി വേറെ ഓരോന്ന് പറഞ്ഞ് മൂട്ടയുടെ പരിപാടി എന്താ നമ്മൾ പോലും അറിയാതെയാണ് വലിച്ചെടുക്കുക. അങ്ങനത്തതുമുണ്ട്. ഇവന്മാരുടെയൊക്കെ ഇടയിൽ കിടന്നുറങ്ങാൻ ഈ മനഃപ്രസാദം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കവിയുടെ ചോദ്യം. കുഞ്ഞുണ്ണി മാഷ് വലിയ വേദാന്തിയാണ്. രാമകൃഷ്ണ മിഷനുമായിട്ട് വളരെ അടുപ്പുള്ള ഒരു കവിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ഏതായാലും അങ്ങനെ വിഷയാൻ ചരന്തു പ്രസാദം അധിഗച്ഛതി. തുടർന്ന് പറയുന്നു, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശുഃ ബുദ്ധി പര്യവതിഷ്ഠതേ. 65-ാമത്തെ ശ്ലോകം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശുഃ ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ, ഇവിടെ പ്രസാദം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഇലയിൽ തരുന്ന പ്രസാദമല്ല. അതിന് എന്തുകൊണ്ടാണ് പ്രസാദം എന്ന് പറയുന്നത്? അത് തന്നെ നല്ല കോമഡിയല്ലേ. ഈ അമ്പലത്തിൽ പ്രസാദം തരുമ്പോൾ ചിലപ്പോൾ കാര്യമായിട്ട് അത് ഈ അരിപ്പായസം ശർക്കര പായസമൊക്കെ ഉണ്ട്, കാര്യമായിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴായിരിക്കും ഒരു കല്ലിങ്ങനെ അങ്ങോട്ട് അതിനെയാണ് കടിക്കുക, പല്ല് പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള കല്ല്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ശപിക്കും, ഈ തിരുമേനിക്കൊന്ന് ഒരു മര്യാദയ്ക്കൊന്ന് ഇത് അയാൾക്കൊന്ന് കഴുകി കല്ല് അരിച്ചിട്ടൊന്ന് ഈ പായസം ഉണ്ടാക്കിയാൽ എന്താ എന്നൊക്കെ. മൂപ്പര് കുറേ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും പറ്റുന്ന പോലെയൊക്കെയല്ലേ ആവുള്ളൂ. ഈ പുലർച്ചയ്ക്ക് വന്നിരുന്നതൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ നമുക്കതെങ്ങനെ എടുക്കാം? നമ്മുടെ ജീവിതം തന്നെ ഈ പ്രസാദമാണ്. അതിൽ ഈ കല്ലുകടികളൊക്കെ ഉണ്ടാവും. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൽ അതുണ്ടെങ്കിൽ ജീവിതത്തിലും അതൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും
അതും ഒരു പ്രസാദമാണ്. എല്ലാറ്റിനെയും പ്രസാദമായിട്ട് സ്വീകരിക്കണം. കേവലം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല. ചിലർക്ക് അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് മാത്രമാണ് പ്രസാദം. ഗുരുവായൂരിൽ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് അടി കൂടും, അടിയുണ്ടാക്കും. എന്നിട്ട് പറയും, ഇന്ന് ഞാൻ ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് നിങ്ങളുടെ കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കുന്നതാണെങ്കിലും അതും പ്രസാദം തന്നെയാണ്. ഒരിക്കൽ അമ്പലത്തിൽ നിന്ന് അത് പ്രസാദമായിട്ട് സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ സംസ്കാരം നമുക്കുണ്ടാവണം, എല്ലാം പ്രസാദമാണ് എന്ന്. അത് നിങ്ങൾ തട്ടുകടയിൽ നിന്ന് കഴിച്ചാലും 5 സ്റ്റാറിൽ നിന്ന് കഴിച്ചാലും പ്രസാദം തന്നെയാണ്. എല്ലാം ഉണ്ടായി വരുന്ന പ്രോസസ്സ് ഓർത്തു കഴിഞ്ഞാൽ അത് ഈ ജഗദീശ്വരൻ്റെ ഈ എന്താ പറയുക വൈഭവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രപഞ്ചേശ്വരൻ്റെ ആ ശക്തി വിശേഷത്തിൻ്റെ. അതിനെ നിങ്ങൾക്ക് എല്ലാറ്റിലും കാണാൻ സാധിക്കും. അതിനെ എവിടെയും മാറ്റി നിർത്താൻ പറ്റില്ല, ഭാഗികമാക്കാനും പറ്റില്ല. അപ്പോൾ ഈ സംസ്കാരം സർവത്ര ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കല്ലിൽ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ കാണല. പിന്നെ എന്തിലാണ് ഈശ്വരനെ കാണാൻ പറ്റാത്തതായിട്ടുള്ളത്? ലോഹത്തിലും കല്ലിലും മരത്തിലും ഒക്കെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന അതൊക്കെയാണല്ലോ. അപ്പോൾ ആ കല്ലിൽ ഞാൻ ഈശ്വരനെ കാണുമ്പോൾ ജഡമായിരിക്കുന്ന അചേതനമായിട്ടിരിക്കുന്ന അതിൽ ഞാൻ ഈശ്വരനെ എനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നുവെങ്കിൽ സചേതനമായി പുറത്ത് കാണുന്ന സർവ്വജീവജാലങ്ങളിലും പുറത്ത് കാണുന്ന കല്ലിലും മണ്ണിലും പാട്ട് തന്നെ ഉണ്ടല്ലോ, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ദൈവം അതിൽ ഇരിക്കുകയല്ല, ദൈവമാണത്. ദൈവത്തിനങ്ങനെ ഇരിക്കാൻ ഒരു സ്പേസ് ഈ കല്ലും മണ്ണും തൂണും കൊടുത്തിട്ടില്ല. ഈ കല്ല് മണ്ണ് തൂണ് തുരുമ്പ് എന്ന് നമ്മൾ പേരിട്ടത് ദൈവത്തിനിട്ട പേരാ, മറ്റു പേരുകളാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മനഃപ്രസാദം, പ്രസാദേ, ആ പ്രസാദം സർവദുഃഖാനാം ഹാനിഹി, എല്ലാ ദുഃഖങ്ങളെയും അത് ഉന്മൂലനം ചെയ്യുന്നതാണ്. ഹാനിഹി ഉപജായത്തെ, സർവദുഃഖങ്ങൾക്കും ഹാനി ഉണ്ടാക്കുന്നതാണ് ആ പ്രസാദം. ഏത് പ്രസാദം? മനഃപ്രസാദം. അതെങ്ങനെ കിട്ടേണ്ടതാണ്? അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണത്, അവനവനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാ. ബുദ്ധിസത്തിലൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരാൾ മുക്കുവൻ ഈ പുലർച്ചയ്ക്ക് ആണ്, ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഈ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ റോന്തി കിട്ടും, ഇങ്ങനെ ഇളകി അതിങ്ങനെ ഇതാവും. അപ്പം വലയിടണം, പെട്ടാൽ കിട്ടുന്ന ചില ഇതൊക്കെ ഉണ്ട്, വിശേഷമുണ്ട്. അപ്പോൾ പുലർച്ചയ്ക്ക് പോയിട്ട് കൈവല കൈകൊണ്ട് എടുത്ത് വീശുന്നതാണ്. ഉള്ളിലേക്ക് കടലിലേക്കോ നദിയിലേക്കോ ഒന്നും ഉള്ളിലേക്ക് പോവാതെ കരയിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ഇതേപോലെ അധികാലത്ത് മൂപ്പര് വലയെടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ ചെറിയൊരു പാറപ്പുറമുണ്ട്, അപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിലൂടെ നടന്നിട്ട് ആ പാറയുടെ മുകളിൽ ഇരുന്ന് വീശിയാണ് മൂപ്പരുടെ പതിവായിട്ടുള്ള പരിപാടി. അപ്പോൾ പതിവിലും കുറച്ച് നേരത്തെ ആയിപ്പോയി ഇറങ്ങിയത്. അപ്പോൾ ആ പാറപ്പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ നടക്കുന്ന കൂട്ടത്തിൽ മൂപ്പരുടെ കാലിൽ ചെറിയ ഈ സഞ്ചി, ചെറിയ ഈ കിഴി പോലെ കെട്ടിയിട്ടുള്ള സഞ്ചിയുടെ ഈ കോട്ടൺ കയറുണ്ട്, അത് കാലിൽ കുടുങ്ങി. ആ മൂപ്പര് അതിനിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തിട്ട് നോക്കിയപ്പോൾ ഒരു സഞ്ചിയാണ്. അപ്പോൾ അതിങ്ങനെ പാറ അവിടേക്ക് ഇട്ടിട്ട് ആളങ്ങോട്ടേക്ക് കയറി അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങോട്ട് സൂര്യൻ ഒന്നങ്ങോട്ട് ഇതാവട്ടെ, മൂപ്പര് ഒരു വീഡിയോ ഒക്കെ കൊളുത്തി അതിനു വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇടാം എന്നുള്ളത്. അപ്പോൾ ഇതെന്താ ഈ സഞ്ചി, അതിങ്ങനെ തുറന്ന് കൈയിട്ട് നോക്കിയപ്പോൾ കുറേ കല്ലുകളാണ്. അപ്പോൾ അതിൽ ഈ കല്ല് എടുത്തിട്ട് മൂപ്പരിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. അധികാലത്ത് സൂര്യൻ അങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ, വെള്ളം കയറി വരിക. അപ്പോൾ ഇതിങ്ങനെ ഇട്ടപ്പോൾ ബ്ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഇളക്കവും അത് മൂപ്പരെ ആസ്വദിച്ചു. അങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടു, ബ്ലുക്ക് ബ്ലുക്ക് ബ്ലുക്ക്. അങ്ങനെ അവസാനത്തത് എടുത്ത് ഇങ്ങനെ
എറിയാൻ നോക്കുമ്പോഴേ സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സൂര്യൻ്റെ കിരണം മൂപ്പരെ കയ്യിലുള്ള കല്ലിൽ തട്ടി. അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്, ആ കല്ലിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അത് രത്നമായിരുന്നു എന്ന് പറയാം. വലിയ വിലപിടിപ്പുള്ള കല്ലാണ്. എന്തായാലും ആള് അവിടെ വെച്ച് ഈശ്വരനോട് നന്ദി പറയണമെന്ന്. എന്താ പറയണമെന്ന് പറഞ്ഞാൽ, ഓ, ഈ അവസാനത്തത് എറിയുന്നതിന് മുമ്പ് നീ ഉദിച്ചുവല്ലോ. ആ കല്ല്, ബുദ്ധിസം പറയുന്നത് ആ കല്ല്, അതാണ് നമ്മുടെ സ്വരൂപ സ്വാത്മാവ്. നമ്മൾ ഈ എറിഞ്ഞു കളയുന്നത് നമ്മുടെ ആയുസ് തന്നെയാണ്. അവസാനം ഒരു വെളിപാട് ഉണ്ടാവുകയാണ്. എൻ്റെ ഈ യാത്ര, ഞാൻ ചെയ്തതൊക്കെ നിഷ്ഫലമായി. അതുപോലെ ആ പ്രസാദം അവിടെ അത് സ്പാർക്ക് ആയാൽ, വെളിപ്പെട്ട് കിട്ടിയാൽ, പിന്നെ അതാണ് എന്ത്? സർവദുഃഖാനാം ഹാനിഹി. ആ അവസാനത്തെ കല്ല് എറിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നത് പോലെ ഒരിക്കലത് തെളിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് സർവ ദുഃഖങ്ങളും ഡിലീറ്റായി എന്ന് പറയാം. രാമകൃഷ്ണദേവൻ പറയുന്ന വർഷങ്ങൾ പഴക്കമുള്ള കൂരിരുട്ടാണ്, പക്ഷെ ഒരു ചിരാത് തെളിയിക്കുന്ന നിമിഷം പിന്നെ എന്താണ്? ആ ഇരുട്ട് അപ്രത്യക്ഷമാവും. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായതുകൊണ്ട് അതിന് കുറേ സമയമെടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ക്ഷണം മാത്രമേ ഉള്ളൂ. എന്നതുപോലെ ഈ മനഃപ്രസാദം സർവദുഃഖാനാം ഹാനിഹി ഉപജായതേ, എല്ലാ ഇരുട്ടുകളെയും, ദുഃഖമാകുന്ന ഇരുട്ടുകളെ മുഴുവൻ അത് ഉപസംഹരിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ഉപജായതേ ഹി പ്രസന്നചേതസഹ. ഹി എന്തെന്നാൽ പ്രസന്നചേതസഹ, ചേതസ് മനസ്സ്, പ്രസന്നം, യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാത്ത, ഇളക്കമില്ലാത്ത ആ തെളിഞ്ഞ മനസ്സ്, തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള അവന് ബുദ്ധിഹി ആശുഹു പര്യവതിഷ്ഠതേ, അവൻ്റെ ബുദ്ധി നിശ്ചലമായിത്തീരുന്നു. ചഞ്ചലാത്മിക മനഃ നിശ്ചയാത്മിക ബുദ്ധി. പിന്നെ അതിലെന്തില്ല? ഇളക്കമില്ല എന്ന് പറയാം. തുടർന്ന് പറയാം, നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. ഭഗവാൻ ചോദിക്കുക, എടോ അർജുന, അശാന്തസ്യ കുതസുഖം, ശാന്തി ഇല്ലാത്തവന് എവിടുന്നാണ് സുഖം ഉണ്ടാവുന്നത് എന്ന്. അയുക്തസ്യ ബുദ്ധി ന അസ്തി. അയുക്തൻ, ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താൻ അറിയാത്തവൻ, ഒരു ആത്മനിയന്ത്രണം, നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമല്ലോ, അതില്ലാത്തൊരാളെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ആത്മനിയന്ത്രണം ഇല്ലായ്മ എന്ന് പറയുന്നത്, അത് ഇവിടെ ഈ അമേരിക്കയിൽ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇവിടെ ഈ ചെറിയ പിള്ളേരൊക്കെ തന്നെ ഈ വീട്ടിൽ പാരൻസിൻ്റെ തോക്കൊക്കെ എടുത്തു പോയി സ്കൂളിൽ കുട്ടികളെ, അവന് ദേഷ്യമുള്ളവർ ടീച്ചേഴ്സാണെങ്കിലും വെടിവെക്കുക. അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഈ ക്രൈം, പ്രത്യേകിച്ച് ഈ ഗൺ കൾച്ചർ, ഈ ക്രൈം ഒരുപാട് കൂടുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പല 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 കാരണങ്ങൾ പറയും. നിയന്ത്രണമില്ലായ്മയുടെ വലിയൊരിതാണ്. അപ്പോൾ ഒരു തമാശയായിട്ട് പറയുന്നൊരു കഥ, ഇത് തമാശയാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരിക്കൽ ഇവരിങ്ങനെ ഓരോരോ കൗണ്ടി എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മൾ പഞ്ചായത്ത്, ജില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഓരോ ജില്ലയിലെ മേയർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ പോലീസ് മേധാവി ഉണ്ടാവും, പിന്നെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇവരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഈ സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്ന അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളുണ്ട്, പൊളിറ്റീഷ്യൻസും എല്ലാവരും ഉണ്ട്. അപ്പം അതിലൊരു
ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലം മേയറുടെ നേതൃത്വത്തിൽ മൂപ്പര് പറഞ്ഞു, നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെ ഈ ക്രൈം കൂടുന്നതിന് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പണിയെടുക്കണം എന്ന് പറയാം. അങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് സ്റ്റേറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കണം, സിറ്റി ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം ഈ യോഗം വിളിച്ചു ചേർത്തതിൽ ഈ പോലീസ് മേധാവി ഉണ്ടായിരുന്നു, പിന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസാമാസ യോഗം, അങ്ങനെ ഇതിനെ വിലയിരുത്തലൊക്കെ ഉണ്ടാവും. അങ്ങനെ വർഷത്തിൽ ഒരു യോഗം, വാർഷിക യോഗം, മാസാമാസമുള്ള യോഗം, അങ്ങനെ പല യോഗങ്ങളൊക്കെ തീരുമാനിച്ചു. എന്തായാലും അങ്ങനെ ഒരു യോഗം കൂടി. അപ്പോൾ യോഗം കൂടിയതിൽ ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നമുക്ക് നമ്മുടെ നേതൃത്വത്തിൽ ഞാനതിന് മുൻകൈ എടുത്ത് ഈ കുറേ NGOസിനെയൊക്കെ സംഘടിപ്പിച്ച് ഈ സ്കൂൾ കോളേജ് തലത്തിൽ ഈ നല്ല ബോധവൽക്കരണം, കൗൺസിലിങ്ങും ബോധവൽക്കരണവും ഈ ഇതൊക്കെ വളരെ നന്നായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 20% കൂടുതൽ, ഏറെക്കുറെ ഒരു 20-30% ഈ ക്രൈം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഈ കൗൺസിലിങ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് റിലീജിയനും പൊളിറ്റിക്സും മറ്റേ NGOസും സാംസ്കാരികം, സിനിമ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് മുന്നോട്ട് ചെയ്യണം. അങ്ങനെ അതിനൊരു ഫലം റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അത് ഈ ക്രൈമിനെ കുറിച്ച് ഇവർ പറയുന്നത് കുട്ടികളിലുള്ള ക്രൈമാണ്. ഈ എന്താ പറയുക, പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലുള്ള ക്രൈമിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതാണ് ഇവരുടെ ലക്ഷ്യം. മറ്റത് വേറെ. അപ്പോൾ ഇതിലാണ് ഇവരുടെ മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പോലീസ് ഓഫീസറോട് ചോദിച്ചു മേയർ, എന്താ ഇതിൻ്റെ നിങ്ങളുടെ ഒരു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞങ്ങളുടെ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. ഒരു തരത്തിലുള്ള ലൂപ്പ് ഹോളും ഇല്ല, പഴുതുമില്ല. വളരെ സ്ട്രിക്റ്റ് കർശനമാക്കിയിരിക്കുകയാണ് നിയമം. ഇങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട്, 0 ക്രൈമാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു, അങ്ങനെ 0 ക്രൈം? കാരണം ക്രൈം നടക്കുന്നുണ്ട്, അവർക്കറിയാം. ഞങ്ങളുടെ റെക്കോർഡിൽ 0 ക്രൈമാണ്. അതെങ്ങനെ ശരിയാവും? അവർ പറയണേ, അതായത് ഞങ്ങളിതിൻ്റെ ഇതിൽ ഈ പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ ഒരു ഇതുണ്ടല്ലോ, കണക്കുണ്ടല്ലോ, അതിൽ ഞങ്ങളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ 1 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ പ്രായപൂർത്തിയാകാത്തവരായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. 1 വയസ്സിൻ്റെ താഴേക്കുള്ളതൊന്നും ഞങ്ങളങ്ങനെ കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ 1 വയസ്സിൻ്റെ താഴേക്കുള്ളവർ പ്രത്യേകിച്ച് ക്രൈമൊന്നും ചെയ്യാൻ, തോക്കൊന്നും എടുത്ത് പൊക്കാൻ ഉള്ള ആയിട്ടില്ലല്ലോ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഈ അച്ചടക്കത്തിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കോമഡികളൊക്കെ ഉണ്ട്. നമുക്കിതൊരു തമാശയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കുന്നത്. പല നിയന്ത്രണങ്ങളെയും നിങ്ങൾ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളെടുത്ത് ആലോചിച്ച് നോക്കിക്കോളൂ. എന്താ പറയുക, നമ്മൾ സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത്, അത് ഇത് എന്നൊക്കെ എല്ലാ നിയമങ്ങളുടെയും കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കോമഡിയാണ്. ഈവൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന പല വിധികളും കോമഡികളാണ്. ഈ അടുത്ത് നമ്മുടെ കേരള കോടതിയിൽ പറഞ്ഞു ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നോ അങ്ങനെ എന്തോ. വേറൊരു കോടതി അതിനെ പരിഹസിക്കുക. കരിമരുന്നിൻ്റെ കാര്യം ഒരു വ്യക്തതയില്ല. ഒരു ദിവസം കണ്ടു കരിമരുന്ന് ഇത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് എവിടെ പൊട്ടിക്കരുത്, എങ്ങനെയാണ് അത് പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അന്ന് ഇത് പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പല ക്ഷേത്രങ്ങളിലും. വഴിപാട് തന്നെ ഉണ്ടായി, ക്ഷേത്രമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിയന്ത്രണങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു
ഒരു ശരിയായ ഒരു ഉൾക്കാഴ്ചയിൽ നിന്നല്ല ഇതുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ഭഗവാൻ അർജുനൻ്റെ മുന്നിൽ വെക്കുന്നത് വളരെ ഒരു വ്യക്തിയിൽ ഇതെങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതാണല്ലോ സമൂഹം എന്ന് പറയുന്നത് തന്നെ അതല്ലേ, നമ്മൾ അതിനെയല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയാണ് നല്ല കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? അതാവശ്യമല്ലേ? ഇതൊക്കെ നമ്മൾ നന്നായി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അയുക്തസ്യ, ഈ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താൻ കഴിയാത്തവന് വെറുതെ ഇങ്ങനെ ഓരോ നിയമാവലികൾ ഉണ്ടാക്കുക. അയുക്തസ്യ ബുദ്ധി, അവൻ്റെ ബുദ്ധി, ആത്മവിഷയകമായിട്ടുള്ള അറിവ് ന അസ്തി, അവനുണ്ടാവില്ല, അവനതില്ല. അങ്ങനെയുള്ള അയുക്തന്, ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്താൻ പറ്റാത്ത അവന് ഭാവന നച്ച, അവന് ഭാവന ചെയ്യാൻ, അവൻ്റെ ആ ഒരു ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ അവനിൽ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാത്ത അവന് അഭാവയത, ആ ആത്മധ്യാനമില്ലാത്തവന് അഭാവത ശാന്തി നച്ച, അവനെ സംബന്ധിച്ച് ശാന്തി ഉണ്ടാവില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവന് ഈ ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാവുന്നില്ല. ആ ധ്യാന പ്രക്രിയ ഉണ്ടാകാത്തവനെ സംബന്ധിച്ച് ശാന്തി ഉണ്ടാവുന്നില്ല. അങ്ങനെ ശാന്തി ഇല്ലാത്ത അശാന്തസ്യ, ആ അശാന്തന് കുതസുഖം, എവിടുന്ന് സുഖം കിട്ടാനാണ്? ഇവിടെ സുഖം എന്ന് പറയുന്നത് സമാധാനം എന്നുള്ളതാണ്. സുഖം, സന്തോഷം, ആഹ്ലാദം, ആനന്ദം, അങ്ങനെ 4 തലങ്ങളുണ്ട്. ശരീരം അനുഭവിക്കുന്നത്, മനസ്സനുഭവിക്കുന്നത്, ഹൃദയത്തിൻ്റേത്, ഇതിൻ്റെ എല്ലാം അപ്പുറത്തുള്ളത്. അപ്പോൾ ഇവിടെ ആത്യന്തികമായ സമാധാനവും ശാന്തിയും അവനെ സംബന്ധിച്ചുണ്ടാവില്ല എന്ന് പറയും. കാരണം ഇതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആത്മനിയന്ത്രണമാണ്, മനസ്സിനെ നിയമനം ചെയ്യാനുള്ളത്. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാവാനാ? ഇത് പണ്ട് മുല്ല പാരച്യൂട്ട് ജമ്പിങ്ങിന് പോയതുപോലെയാണ്. ഒരു ഹെലികോപ്റ്ററിൽ കയറിപ്പോയി മൂപ്പര്. എന്നിട്ട് മുല്ലയോട് പറഞ്ഞു, ഇത് ഇത്ര ഹൈറ്റിലാണ്, ഇവിടുന്ന് ഞങ്ങൾ നിങ്ങളെ താഴേക്കിടും, അപ്പോൾ നിങ്ങൾ ഈ ഒരു ബട്ടൺ ഉണ്ട്, മഞ്ഞ ബട്ടൺ, ഇത് ഞെക്കണം, ഇത് ഞെക്കിയാൽ പാരച്യൂട്ട് തുറക്കും. അങ്ങനെ പാരച്യൂട്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴെ എത്തും. താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു വണ്ടി ഉണ്ടാവും, വാഹനം ഉണ്ടാവും. ആ വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ എവിടുന്നാണോ കയറിയോ അവിടെ കൊണ്ടുപോയി നിർത്തും. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് പോവാം, ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂപ്പര് ഈ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ നിന്ന് ഇവർ ഇതേപോലെ 1 2 3 എന്ന് പറഞ്ഞ് തള്ളിയിട്ട് കൊടുത്തു. ഇങ്ങനെ ഉക്കൻ അങ്ങേയറ്റം ഉയരത്തിൽ നിന്ന് ഇതിങ്ങനെ വരികയാണ്. മുല്ല ഈ ബട്ടൺ ഞെക്കുകയാണ്, മാറ്റി മാറ്റി ഞെക്കി നോക്കി, തുറക്കുന്നില്ല. അപ്പം മുല്ലയുടെ ആത്മകഥ ആണ്. മുല്ല പറയാ, ഇത് തുറക്കുന്നില്ലെങ്കിൽ ഉറപ്പാണ് താഴെ വണ്ടി ഉണ്ടാവില്ല, ഇവരെന്നെ പറ്റിച്ചതാണ്. ഇതുപോലെയാണ് ഈ നിയന്ത്രണമില്ലാത്തവന്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവന് ഈ പറഞ്ഞ പോലെ ധ്യാനം ഉറക്കാത്തവന് പിന്നെ ഈ പറഞ്ഞ ആത്മസുഖം എന്ന് പറയുന്ന ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഇല്ലാത്തവന് പിന്നെ എവിടുന്ന് സുഖം? ഈ മുല്ലയ്ക്ക് ഇതന്നെ പൊങ്ങിയിട്ടില്ല, പിന്നെ മുമ്പ് അടുത്തതിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്, അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. തുടർന്ന് ഭഗവാൻ പറയണു, ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയത്തെ തദസ്യ ഹരതി പ്രജ്ഞാം വായുഃ നാവ ഇവം അംഭസി. നാവം ഇവ അംഭസി. എങ്ങനെ? ഇന്ദ്രിയാണാം ഹി ചരതാം ഇന്ദ്രിയാണാം യന്മനഃ. ചരതാം, ഇവരുടെ ചരതാം എന്ന് പറഞ്ഞാൽ ചരിക്കുന്ന, ഏതിൻ്റെ? ഇന്ദ്രിയങ്ങൾ. കണ്ണിൻ്റെ
വഴിക്ക് പോവും, കാത് കാതിൻ്റെ വഴിക്ക് പോവും, മൂക്ക് മൂക്കിൻ്റെ വഴിക്ക്, ഇങ്ങനെ സ്വവ്യാപാരങ്ങളിൽ വ്യാപൃതമാകും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതങ്ങനെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുമ്പം ചരതാം ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങൾക്ക് യന്മനഃ യാതൊരുവൻ്റെ മനസ്സ് അനുവിധീയതേ അവന് അനുകൂലമായി പ്രവർത്തിക്കുന്നു. ഈ കുതിരകളെ യാതൊരാൾക്കാണോ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, അത് ആ മനസ്സ് അസ്യ പ്രജ്ഞ ഇവൻ്റെ ബുദ്ധിയെ ഇവൻ്റെ ബുദ്ധിയെ വായുഹു അംബസി നാവം ഇവ ഹരതിഹി. അതെങ്ങനെയാണ്? കാറ്റ് എങ്ങനെയാണോ വെള്ളത്തിൽ, പായക്കപ്പൽ കണ്ടിട്ടില്ലേ, കാറ്റിൽ പോകുന്ന തോണി, അതുപോലെ അംബസി നാവം ഇവ ഹരതിഹി, അത് അവനെ അങ്ങനെ വലിച്ച് കൊണ്ടുപോകും. അവിടെ എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. അതല്ല എങ്കിലോ പറയുന്നു. അതുകൊണ്ട് എന്തു വേണം അർജുന? തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഭഗവാൻ നൽകുകയാണ്. എന്താണ്? തസ്മാത് യസ്യ, ഹേ മഹാബാഹോ, നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ഹേ മഹാബാഹോ, അല്ലയോ വലിയ കൈകളുള്ള അർജുന, തസ്മാത് അതുകൊണ്ട് നീ വേണ്ടത് എന്താണ്? യസ്യ ഇന്ദ്രിയാണി, യസ്യ യാതൊരുവൻ്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളാണോ, സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യഃ എല്ലാ പ്രകാരത്തിലും അതിൻ്റെ ഇന്ദ്രിയ അർത്ഥങ്ങളിൽ നിന്ന്, കണ്ണിന് കാഴ്ച, ഇങ്ങനെ കാതിന് കേൾവി എന്ന് പറയുന്ന അതത് സ്വവിഷയങ്ങളിൽ നിന്ന്, അതിനെ അർത്ഥം എന്നാ പറയാം, ആ അർത്ഥങ്ങളിൽ നിന്ന് നിഗൃഹീതാനി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നല്ല കൺട്രോളാണ്. മനസ്സ്, അതായത് ഇന്ദ്രിയങ്ങൾ നമ്മുടെ അനുവാദത്തോടു കൂടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ദാസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദാസനാണ്, നമ്മുടെ സേവകനാണ്, നമ്മുടെ അനുവാദത്തോടു കൂടി അല്ലാതെ പ്രവർത്തിക്കില്ല. പൂർണ്ണ അണ്ടർ കൺട്രോളാണ് നമ്മുടെ. സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യഃ നിഗൃഹീതാനി, അത് അടക്കിയിട്ടുള്ളതാണ്. തസ്യ അവൻ്റെ പ്രജ്ഞ, അവൻ്റെ ജ്ഞപ്തി, ബുദ്ധി, പ്രജ്ഞ പ്രതിഷ്ഠിത, അതെന്താണ്? ഉറപ്പുള്ളതാണ്. അങ്ങനെ ആ ഉറപ്പുള്ള സ്ഥിതപ്രജ്ഞൻ്റെ ഒരു ലക്ഷണം അടുത്ത ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയാണ്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. യാ നിശാ സർവഭൂതാനാം, സർവഭൂതാനാം സർവജീവജാലങ്ങളും, യാ നിശ യാതൊന്നാണോ അവർക്കൊക്കെ നിശ രാത്രി. അപ്പോൾ സർവഭൂതങ്ങളും യാതൊന്നിലേക്കാണ് ഉറങ്ങിയിരിക്കുന്നത്. തസ്യാം അതിലേക്ക്, സംയമീ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ, യോഗി എന്ന് പറഞ്ഞ ആള്, ജ്ഞാനി, ജാഗ്രതി, മൂപ്പര് അതിലേക്ക് ഉണർന്നിരിക്കുന്നു. അപ്പം രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ മൂപ്പര് ഉണർന്നിരിക്കുന്നു. എന്ത് പരിപാടിയത്? അപ്പം ഇയാളെന്ത് സെക്യൂരിറ്റിക്കാരനാണോ എന്ന് തോന്നാം. പറയുന്നു, യസ്യാം ഭൂതാനി ജാഗ്രതി, എല്ലാവരും യാതൊരു സമയത്താണോ യാതൊന്നിലേക്കാണോ ഉണർന്നിരിക്കുന്നത്, അതിൽ മൂപ്പര് ഉറങ്ങിയിരിക്കുന്നു. ഉറങ്ങിയിരിക്കുന്നതിലേക്ക് മൂപ്പര് ഉണർന്നിരിക്കുന്നു. സാ പശ്യതഃ മുനേഹ നിശ. മറ്റുള്ളവരൊക്കെ ഉണർന്നിരിക്കുന്നത് അദ്ദേഹത്തിന് രാത്രിയാണ്. മറ്റുള്ളവരുടെ രാത്രി അദ്ദേഹത്തിന് ഉണർന്നിരിക്കുന്ന സമയമാണ്. എന്താണിത്?
ഇത് രാത്രി പകൽ എന്ന് പറയുന്ന ഒരു സമയത്തിൻ്റെ കാര്യമല്ല, മറിച്ച് സാധാരണക്കാർ ആള് ഏതൊന്നിലാണോ ഇങ്ങനെ വ്യാപൃതമായിരിക്കുന്നത്. രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കഥയുണ്ട്, ഉപനിഷത്തിൽ ഒക്കെ പറയാറുള്ള ഒരു കഥയാണ്. രാജാവ് ദാനധർമാദികൾ വിളംബരം ചെയ്തു. അങ്ങനെ ആളുകൾ ബാഗൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി, ഇത് രാജാവിൻ്റെ ഇത് എടുക്കാൻ, രാജാവിന് കൊടുക്കുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ആ കവാടത്തിൽ തന്നെ സാധനങ്ങൾ അങ്ങോട്ട് ഡംപ് ചെയ്തിരിക്കുക. നോക്കുമ്പോൾ വലിയ പച്ചക്കറിയുണ്ട്, ഇളവനും മത്തനും അതും ഇതും ഒക്കെ. അപ്പോൾ ഈ കൊണ്ടുപോയ സഞ്ചിയിൽ എല്ലാവരും പലരും അതൊക്കെ വാരിയിട്ട് പോയി. ചിലരൊക്കെ അതൊക്കെ ഒന്ന് നോക്കി വെച്ച് നമുക്കൊന്ന് കുറച്ചൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളിലേക്ക് പോയപ്പോൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വളരെ ഇതുള്ളത്, ഇച്ചിരി വില കൂടിയത്. ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടായിരുന്നു. അവരതൊക്കെ എടുത്തുകൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാജാവ് അവിടെ കാത്തിരിക്കുകയാണ്, രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ആയിട്ട്. മൂപ്പര് കോഹിനൂറൊക്കെ വെച്ചിരിക്കുകയാണ്, ആരെയും വന്നാൽ കൊടുക്കാമെന്ന് കരുതി. പക്ഷെ ഒരാളും അവിടേക്ക് എത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്. അപ്പോൾ ആ ഉള്ളിലേക്ക് പോയാലേ എന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണക്കാരന് ഉണർന്നിരിക്കുന്നത് ഈ കുമ്പളങ്ങയിലും മത്തലിലും ഇളവലും വെള്ളരിയിലും ഒക്കെയാണ്. ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടേക്കൊക്കെ ഈ ജ്ഞാനി ഉറങ്ങിയിരിക്കുക. ഉദാഹരണത്തെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അപ്പം ജ്ഞാനിക്ക് ഈ കുമ്പളങ്ങിയൊന്നും വേണ്ടേ എന്ന് ചോദിക്കരുത്. നിരർത്ഥകമായതിൽ അദ്ദേഹം ഉറങ്ങുന്നു, മറ്റവർ നിരർത്ഥകമായതിലാണ് ഉണർന്നിരിക്കുന്നത്. സാർത്ഥകമായതിലേക്കോ എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ മൂപ്പര് അതിൽ ഉണർന്നിരിക്കുന്നു, അതിൽ ജാഗ്രതയുള്ള ആളാണ്. ഇതാണ് മുനിയുടെ ലക്ഷണം. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ. പശ്യതഃ മുനേഹേ നിശ. ആത്മതത്വം ദർശിക്കുന്ന മുനിക്ക് അത് രാത്രിയാണ്. മറ്റൊരാളുടെ പകൽ ദേഹത്തിന് രാത്രിയാണ് എന്നതിൻ്റെ താല്പര്യം അതാണ്. തുടർന്ന് ഗംഭീരമായ രണ്ട് ശ്ലോകങ്ങളെയും കൂടെ പറഞ്ഞ് ഈ അധ്യായം ഉപസംഹരിക്കുകയാണ് ഭഗവാൻ. സാംഖ്യയോഗം നമുക്ക് നോക്കാം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഗംഭീരമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് ഏത് പ്രകാരത്തിലാണോ സമുദ്രം പല ഭാഗങ്ങളിൽ നിന്നുള്ള കൈവഴികളായിട്ട് നദികൾ വന്ന് കുത്തിയൊഴുകി വന്ന് സമുദ്രത്തിലേക്ക് പതിക്കുന്നത്. അപൂര്യമാണം. എന്നിട്ടോ അതങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപൂര്യമാണം അചലപ്രതിഷ്ഠം, ഇളക്കമില്ലാത്തതായിട്ട് അങ്ങനെ നിലകൊള്ളുകയാണ്. മുകളിലൊക്കെ ഇങ്ങനെ തിരമാലകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അടി സ്വരൂപം എന്ന് പറയുന്നത് ഇളക്കമില്ലാത്തതാണ്. മേരുഹു ഇവ അപ്രകമ്പനവത് സമുദ്ര അചല സിന്ധു വാരിവത്. രാമൻ രണ്ട് ഉദാഹരണങ്ങൾ പറയും. അചല സിന്ധു വാരിവത്, സമുദ്രം പോലെ ഇളക്കമില്ലാതെ. മേരുഹു ഇവ അപ്രകമ്പനവത്, കൈലാസം പോലെ. കൈലാസത്തെയും സമുദ്രത്തെയും ഒരുപോലെ ഇളക്കമില്ലാത്തതായിട്ടാണ്. മുകളിലെ ഇളക്കത്തെ അല്ല പറയും, അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇളക്കമില്ലാത്തതാണ്. ഇളക്കമില്ലാത്തതിന് വെറും ആടിയിളകുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല, കുലുങ്ങാത്തതാണത്. എന്താണ് അതിൻ്റെ കുലുങ്ങായ്മ ഇവിടെ പറയണു. സമുദ്രം ആപഹ യദ്വത്, എങ്ങനെയാണ് അതിലേക്ക് ജലം വന്ന് നിറഞ്ഞാലും അതെന്താവുന്നില്ല, കവിഞ്ഞൊഴുകുന്നില്ല. അതുപോലെ യദ്വത് സർവേ കാമാഹായം പ്രവിശന്തി, ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് ഇതേപോലെയാണ്. അനേക കൈവഴികളായിട്ട് വരുന്ന എന്തൊക്കെ ഏടാകൂടങ്ങൾ വന്നു കഴിഞ്ഞാലും മൂപ്പര അനങ്ങൂല, സമുദ്രം പോലെ. ഇതായിരിക്കണം നമ്മുടെ അവസ്ഥ.
അല്ലാതെ നമ്മളിതൊന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല. സമുദ്രം അങ്ങനെ ഒളിച്ചോടുന്നില്ല ഒന്നൊന്നും. സമുദ്രത്തിന് ആവശ്യമില്ലാത്ത ഒന്നും സമുദ്രം സ്വീകരിക്കുകയില്ല. സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു പുൽക്കൊടി പോലും നിങ്ങളതിൽ നിങ്ങളുടെ എന്താ പറയുക, വള്ളി പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് തള്ളി പുറത്താക്കും. അതിനാവശ്യമില്ല. അതിൻ്റേതല്ലാത്തതിനെയൊന്നും അത് സ്വീകരിക്കില്ല. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ. എന്തൊക്കെ കാമനകളാകുന്ന കൈവഴികളായിട്ടുള്ള നദികൾ കുത്തിയൊഴുകി വന്നു കഴിഞ്ഞാലും ജ്ഞാനിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ന കാമകാമി, എന്തെങ്കിലും വിഷയങ്ങളെ കാമിക്കുന്ന അതൊന്നും ആ ജ്ഞാനിയിൽ യാതൊരു വിധത്തിലുള്ള കുലുക്കും ഉണ്ടാക്കില്ല. ശാന്തിയെ അവൻ പ്രാപിക്കുന്നു, അല്ലാത്തവനോ ശാന്തിയെ പ്രാപിക്കുന്നുമില്ല. തുടർന്ന് വിഹായ കാമാൻ യസ് സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. വിഹായ കാമാൻ യസ് സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമഃ നിരഹങ്കാരഃ സശാന്തിം അധിഗച്ഛതി. സശാന്തിം അധിഗച്ഛതി, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ആര്? യഹ പുമാൻ, യാതൊരു മനുഷ്യനാണോ സർവാൻ കാമാൻ വിഹായ, എല്ലാ കാമനകളെയും ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹഃ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നിൽ സ്പൃഹ ഉള്ളവനായിട്ടിരിക്കാതെ എല്ലാ സ്പൃഹകളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് നിർമ്മമഃ, എൻ്റേത് അവൻ്റേത് ഇങ്ങനെയുള്ള വിഭജനങ്ങൾ സൃഷ്ടിക്കാതെ നിരഹങ്കാരഃ, ഞാൻ ഭയങ്കരനാണ് എന്ന തോന്നലില്ലാതെ ചരതി, സഞ്ചരിക്കുന്നത്. അവനങ്ങനെ നടക്കും. നീ ചോദിച്ചില്ലേ എങ്ങനെയാണ് നടക്കുക എന്ന്? അങ്ങനെ പ്രത്യേകിച്ച് നടക്കലൊന്നുമില്ല. ഇതാണ് അവൻ്റെ നടപ്പിൻ്റെ രീതി. അല്ല പ്രത്യേക രീതിയിൽ മെതിയടിയൊക്കെ ഇട്ട് ഇങ്ങനെ നാട്ടുകാരെയൊക്കെ പേടിപ്പെടുത്തിക്കൊണ്ട് കടപുട എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കില്ല. അവൻ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഒരു സാധാരണ മട്ടിലുള്ള ചെരുപ്പിടും, ആരെയും കൊടുത്താൽ മേടിച്ചിടും, ചെരുപ്പിടാതെ നടക്കും, ഷൂ ഇടും. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു ഫാൻസി ഡ്രസ്സല്ല മൂപ്പരുടെ മനോമണ്ഡലത്തിലാണ് നീ ചോദിച്ച സന്യാസിയാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും സ്ഥിതപ്രജ്ഞനാണെങ്കിലും അർജുന, അതിൽ അദ്ദേഹം എന്തു ചെയ്യുന്നു? ചരതി. എന്നിട്ടോ സഹ ശാന്തിം അധിഗച്ഛതി, അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. തുടർന്ന് ഈ സാംഖ്യയോഗത്തിൻ്റെ കലാശക്കൊട്ട് ഉപസംഹാര ശ്ലോകം ഭഗവാൻ നടത്തുന്നു. 72ാമത്തെ ശ്ലോകം. ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാംഖ്യയോഗോ നാമ 2ാധ്യായഃ. ഹേ പാർത്ഥ, അർജുന, ബ്രാഹ്മീ സ്ഥിതി, ബ്രഹ്മസംബന്ധമായ നിഷ്ഠ, അതെന്താണ്? അതിതാണ്. ഏതാ? ഏഷ, ഇതിനെ ഏനാം പ്രാപ്യ, ഇതിനെ പ്രാപിച്ചിട്ട് പിന്നെ എന്താണ്? ന മുഹ്യതി, മോഹിക്കേണ്ടതില്ല മോനെ. അന്ധകാലേപി, അത് അവസാന കാലമാണെങ്കിലും അസ്യാം സ്ഥിത്വ, ഇതിൽ നിലകൊണ്ട് കഴിഞ്ഞാൽ ബ്രഹ്മനിർവാണം വൃച്ഛതി, ബ്രഹ്മപ്രാപ്തി നിനക്കുണ്ടാകും. അതുകൊണ്ട് എപ്പം മരണം എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു നമുക്കൊന്ന് ബോധിക്കേണ്ടതുണ്ട്, ബോധിപ്പിച്ച് വെക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കഴിഞ്ഞു കൂടാം അർജുന. തുടർന്ന് ഇനി വരുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണ്, കർമ്മയോഗം. അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ്. ഇനി അർജുനൻ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഭഗവാൻ ഈ ഓരോന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് ഇനി അങ്ങോട്ട് ശരിക്ക് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് കൃഷ്ണനെ. അത് നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി.